നമസ്കാരം. ഇത് മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ ദി ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയുടെ ഒരു പ്രൊമോഷണൽ സ്റ്റില്ലായിരുന്നു. നിങ്ങൾ പോസ്റ്ററിലൊക്കെ ആ സിനിമയുടെ പോസ്റ്ററിലൊക്കെ ഈ ചിത്രം കണ്ടിട്ടുണ്ടാവും. ഈ ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. വിനായകൻ മാത്രം തിരിഞ്ഞു നിൽക്കുകയാണ്. ബാക്കി ഉള്ള 4 പേരും മമ്മൂട്ടി, സലീം കുമാർ, ലാല്, നെടുമുടി വേണു, ഈ 4 പേരും മറ്റൊരു ആംഗിളിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 4 പേരും സംസ്ഥാന പുരസ്കാരം നേടിയ ആളുകളായിരുന്നു ഈ സിനിമ ഈ സ്റ്റില്ലെടുക്കുന്ന സമയത്ത്. സലീം കുമാർ ദേശീയ പുരസ്കാരം വരെ നേടിയ ആളാണ്. മമ്മൂട്ടിനെ പിന്നെ പറയണ്ടല്ലോ. നെടുമുടിയും ലാലും ഒക്കെ അംഗീകരിക്കപ്പെട്ടു. അതിൽ സംസ്ഥാന പുരസ്കാരമാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. വിനായകന് സംസ്ഥാന പുരസ്കാരം അന്ന് കിട്ടിയിരുന്നില്ല. ഇത് 2010 മറ്റാണ്. അപ്പോൾ ചിത്രം എടുക്കുമ്പോൾ മമ്മൂട്ടി പറഞ്ഞു, തിരിഞ്ഞു നിൽക്കുന്ന വിനായകനെ ഓട് പറഞ്ഞു, നിനക്ക് മാത്രമേ സ്റ്റേറ്റ് അവാർഡ് കിട്ടാതുള്ളൂ, അതും കൂടി ഉടനെ വാങ്ങണം എന്ന് പറഞ്ഞു. ആ സംഭവം അവിടെ കഴിഞ്ഞു. എന്നാൽ അധികം വൈകാതെ 2016 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ കമ്മട്ടിപ്പാടത്തിൽ വിനായകൻ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ഇന്ന് നോക്കുമ്പോൾ ഇന്ന് ഈ ചിത്രത്തിലെ 5 പേരും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയവർ കൂടിയാണ്. ഈ സംഭവം ഇപ്പോൾ പറയാനൊരു കാരണമുണ്ട്. അതിനുശേഷം ആ വിനായകൻ മമ്മൂട്ടിക്കൊപ്പം തുല്യ പ്രാധാന്യത്തിൽ അഭിനയിക്കുന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന സിനിമ പുറത്തു വരാനിരിക്കുകയാണ്. ആ സിനിമയ്ക്ക് ബെസ്റ്റ് ആക്ടറിൽ ആ സംഭാഷണം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ വീണ്ടും ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത്. ഈ സാഹചര്യത്തിൽ ഈ സിനിമ വരുന്നതിന് മുന്നോടിയായിട്ട് വിനായകനുമായി ജുവൽ മേരി നടത്തിയ ഒരു അഭിമുഖം ഞാൻ കണ്ടു. വിനായകൻ്റെ പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധയോടെ നോക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അധിക അഭിമുഖങ്ങളൊന്നും അങ്ങനെ വരാറില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ അഭിമുഖവും ഫുള്ളായിട്ട് കണ്ടത് വളരെ രസകരമായ ഒരു അഭിമുഖമാണ്. അതിൽ ചില കാര്യങ്ങൾ നിങ്ങളെ കൂടി കേൾപ്പിക്കാം എന്ന് കരുതിയാണ് ഈ വീഡിയോയിലൂടെ വന്നത്. ആദ്യം നമുക്ക് ആ ബെസ്റ്റ് ആക്ടറിലെ കാര്യത്തെ സൂചിപ്പിക്കുന്ന വിനായകൻ്റെ ഭാഗം, അദ്ദേഹം പറയുന്ന ഭാഗം കേൾക്കാം. ഒരു പോസ്റ്റർ ഷൂട്ട് ഇങ്ങനെ എടുക്കണേണ് എല്ലാവരും കൂടി. അപ്പം നമുക്ക് അങ്ങനെ പറയണം. അപ്പം ഞാൻ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞേക്കുന്നത്, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം ആ പോസ്റ്ററിൽ. ഫോട്ടോ എടുത്തിട്ട് സാറ് പറഞ്ഞതാണ്, എടാ ഓൾമോസ്റ്റ് എല്ലാവരും ബെസ്റ്റ് ആക്ടർ ആണ് കേട്ടോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഉടനെ അടുത്ത വർഷം അങ്ങനെ ആ പടത്തിൽ 5 പേരും ബെസ്റ്റ് ആക്ടർ. വിനായകന്റെ സിനിമയിലെ തുടക്കം തമ്പി കണ്ണന്താനത്തിന്റെ മാന്ത്രികം എന്ന് പറയുന്ന മോഹൻലാൽ നായകനായ സിനിമയിലായിരുന്നു. ഇപ്പോഴും ആ രംഗപ്രവേശം ഒപ്പം തമ്പി കണ്ണന്താനം നൽകിയ അവസരം വളരെ വൈകാരികമായിട്ട് തന്നെ വിനായകൻ ഓർക്കാറുണ്ട്. ഞാൻ തുടങ്ങുന്നത് ഒരു ഡാൻസ് സ്റ്റേജ് പെർഫോമറായിരുന്നു. അവിടെ നിന്നാണ് തമ്പി സാർ എന്നെ മാന്ത്രികത്തിലോട്ട് കൊണ്ടുവരുന്നത്. ഒരിക്കലും മറക്കില്ല. ഫയർ ഡാൻസ് ഒക്കെ ആയിരുന്നു. ഫയർ ഡാൻസ് ഞാൻ ഒരു ബേസിക്കലി ഫ്രീ സ്റ്റൈലായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ഫയർ ഡാൻസിലായിരുന്നു എപ്പോഴും ഞാൻ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഞാൻ ഒരു ഫ്രീ സ്റ്റൈൽ ഡാൻസറാണ്. തമ്പി സാറാണ് എന്നെ സിനിമയിലോട്ട് എൻ്റെ ഗോഡ് ഫാദർ. സ്ഥിരമായി വിനായകനെ കാണുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നൊരു ചോദ്യമുണ്ട്. പൊതുവേദികളിൽ അദ്ദേഹം അധികം വരാറില്ല. ഇനി വന്നാൽ തന്നെ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, സംഘർഷം ഉണ്ടാവും. പിന്നീട് വിമർശനമായി അത് ഉയരും. വിനായകനെതിരെ ഭയങ്കര വിമർശനമായിട്ട് വരും. അതുകൊണ്ട് തന്നെ 1-2 ഇഷ്യൂവിന് ശേഷം അദ്ദേഹം അധികം അങ്ങനെ വരാറില്ല. എന്തുകൊണ്ടാണ് പബ്ലിക്കിനിടയിൽ അധികം കാണാത്തത് എന്ന് ഈ അഭിമുഖത്തിൽ ജുവൽ മേരി ചോദിക്കുന്നുണ്ട്. സിനിമയുടെ ബിസിനസ് അതാണ് ഞാൻ മെയിനായിട്ട് നോക്കാറ്. മറ്റേ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്കൊന്നും അത് ജനം എന്നെ സംസാരിക്കാൻ അറിയില്ല, പൊതുവേദിയിൽ സംസാരിക്കാൻ അറിയില്ല. അത് കാരണം എൻ്റെ കുറേ താഴെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പബ്ലിക് വന്ന് കാണിക്കണ്ടെന്ന് വെച്ചിട്ട് താല്പര്യമുണ്ട്, പറ്റുന്നില്ല. പിന്നെ 10 പേരിൽ 2 തോണ്ടും. പിന്നെ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ എന്തെങ്കിലും പറയും. പിന്നെ പ്രശ്നവും ബെറ്റർ വീട്ടിൻ്റെ അകത്തിരിക്കുക. ഡാൻസ് പെർഫോമർ എന്ന നിലയിലും വിനായകൻ്റെ രീതികൾ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാവും ഈ അദ്ദേഹം ഇങ്ങനെ ഇളകി ആടി നടക്കുന്ന മാന്ത്രികത്തിലെ കഥാപാത്രത്തെ പോലെ അദ്ദേഹം അങ്ങനെ ഇളകി ആടി നടക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ഡാൻസ് പ്രോഗ്രാമുകളും അങ്ങനത്തെ ഉള്ള ശൈലിയിലാണ്. അദ്ദേഹം പറയുന്നത്, എനിക്ക് ഐ കോണ്ടാക്റ്റ്, ഒരു പൊതുവേദിയിൽ നിന്നുള്ള ഐ കോണ്ടാക്റ്റ് സാധാരണ ആൾക്കൂട്ടത്തിലും വ്യത്യസ്തനായി നിൽക്കുന്ന ഒരു ഐ കോണ്ടാക്റ്റ് ആവുന്ന ഘട്ടത്തിൽ പ്രശ്നമാണ്. സെലിബ്രിറ്റിയായി ഞാൻ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല എന്നാണ്. ഞാൻ പെർഫോമറാണ്. എനിക്കപ്പോൾ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ കാണണ്ട. ഐ കോണ്ടാക്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. മറ്റേ പെർഫോമർ അങ്ങനെ ചെയ്തേച്ചാൽ മതി, ആരെങ്കിലും കാണട്ടെ എന്നുള്ളതാണ്. മറ്റേ നമ്മൾ നേരിട്ട് വന്ന് ഫംഗ്ഷനിലൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാരുടെ ഐ കോണ്ടാക്ട് വീഴും. എനിക്കത് ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അതാണ് മെയിൻലി, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. ഞാൻ ഒരു സെലിബ്രിറ്റി ആയിട്ട് ഇന്ന് ഞാൻ എന്നെ കണ്ടിട്ടില്ല. അതാണ് എൻ്റെ ഒരു റിയാലിറ്റി. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഗോവയിൽ പോയി സ്ഥിരമായി താമസിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു തർക്കം വന്നത് ഗോവയിലാണ്. ഗോവയിൽ പൊതു ഇടത്ത് വെച്ചിട്ടുള്ള ഒരു കലമ്പൽ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ അങ്ങനെ പോയി താമസിക്കുന്നുള്ള ചോദ്യം ചോദിക്കേണ്ടത്. അവിടെ റോട്ടിലൂടെയും നടന്നും സ്കൂട്ടറിലും ഒക്കെ യാത്ര ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറേ കൂടി വ്യത്യസ്ത സാഹചര്യം ഗോവയിലുണ്ടെന്നും അത് എനിക്ക് കൂടുതൽ കൺവിൻസിങ് ആണെന്നും വിനായകൻ പറയുന്നുണ്ട്. എനിക്ക് സ്കൂട്ടർ ഓടിച്ച് പുറത്ത് കിടക്കാം. ആക്ടർ ആൾക്കാർ പക്ഷെ അവര് അങ്ങനെ ഒരു
പക്ഷെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നു എന്ന് തോന്നുന്നു. അവർ വേറെ രീതിയാണ് പുറത്ത് തന്നെ കാണുമ്പോൾ. ശാന്തതയുണ്ട്, ഡൈനാമിക്സും ഉണ്ട്, ഏറ്റവും അൾട്ടിമേറ്റും ഉണ്ട്, ഏറ്റവും ലോയും ഉണ്ട്. ഇവിടെ മിഡിൽ നിൽക്കേണ്ട വരും, അവിടെ നിൽക്കണ ഇങ്ങനെ എനിക്ക് വയ്യ. ആക്ടർക്ക് വളരാൻ ആക്ടർക്ക് ആ സ്പേസ് വേണം എന്ന് തോന്നുന്നു. എനിക്കോ ഇല്ല, ഞാൻ ആക്ടർ അല്ല, വിനായകൻ എന്ന് പറഞ്ഞ അത്രയും ഒരു സ്പേസ് വേണം. ആക്ടറിനെ എനിക്ക് ഇവിടെയും ചെന്നൈയൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും പബ്ലിക്കിനിടയിൽ സംഘർഷം ഉണ്ടാകുന്നത് തൻ്റെ കൂടി പരിമിതിയാണ് എന്ന് വിനായകൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഈ അഭിമുഖത്തിൽ. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് അദ്ദേഹം ഇത്ര വിശദീകരിച്ച് ഒരു സ്വയം വിമർശനം എന്ന് നമ്മൾ പറയുന്ന മട്ടിലുള്ളൊരു കാര്യം ഒരു നിഗമനം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ തനിക്ക് അറിയില്ലെന്നും അത് തൻ്റെ പ്രശ്നമാണെന്നും അഭിമുഖത്തിൽ വിനായകൻ പറയുന്നുണ്ട്. ശരിക്കും എനിക്ക് ക്രൗഡ് കാണുക അത്ര ഇഷ്ടമല്ല. നിങ്ങൾ കാണുമ്പോൾ എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല, അതാണ് ശരിക്കും എൻ്റെ പ്രശ്നമാണ്. പക്ഷെ അത് ഞാനായിട്ട് പിന്നീട് അത് പുറത്തിറങ്ങുമ്പോൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. അല്ലാതെ ഞാൻ നാട്ടുകാരെ വിട്ടിട്ട് ഓടുന്നതല്ല. എൻ്റെ ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എൻ്റെ ഒരു കഴിവുകേടാണത്. അതിനങ്ങനെ കണ്ടാൽ മതി, അല്ലാതെ ആരോടും ദേഷ്യമില്ല. ഓരോ സിനിമ വരുമ്പോൾ വിനായകൻ ശ്രദ്ധാകേന്ദ്രമായി ചർച്ച കേന്ദ്രമായി മാറാറുണ്ട്. കളങ്കാവൽ വരുമ്പോഴും അങ്ങനെയാണ്. സിനിമാ ആസ്വാദകർക്ക് പ്രതീക്ഷയും വാനോളമുണ്ട്. ജയിലറിൽ രജനിക്കൊത്തൊരു വില്ലനായി വന്നതിന് ശേഷം ഇവിടെ മമ്മൂട്ടിക്കൊത്ത നായകൻ എന്ന നിലയിൽ കളങ്കാവലിൽ വരികയാണ്. ഇത്ര ഗൗരവത്തിൽ വലിയ റോളുകളിലേക്ക് വിനായകൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം കാര്യമായി സെലക്റ്റീവ് ആവുകയും ചെയ്തു. അധികം അങ്ങനെ ഒരുപാട് സിനിമകളിൽ ചറവറ അഭിനയിക്കുന്ന പരിപാടി നിർത്തി. ആ തീരുമാനത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ഇവിടെ മമ്മൂക്ക, അവിടെ രജനീകാന്ത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ പടവെടുക്കൽ കുറച്ചങ്ങോട്ട് കുറച്ച് ഇത് ബെസ്റ്റ് ഇനി വരട്ടെ, കാരണം രണ്ടും ചെയ്തു ഞാനത്. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരത്തെ വൈകാരികമായാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇത്രയും വലിയൊരു പടമൊക്കെ ചെയ്യാൻ, മമ്മൂക്കയുടെ കൂടെ ഓപ്പോസിറ്റ് എന്നൊക്കെ ചെയ്യാൻ 2 ക്യാരക്ടറാണ് മെയിനിൽ നിൽക്കുന്നത്, ഒന്ന് ഞാനും ഒന്ന് സാറും. അപ്പോൾ അതൊക്കെ സിനിമയിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. ഞാൻ അറിഞ്ഞത് ഈ കഥാപാത്രം വിനായകൻ ചേട്ടന് വേണ്ടി തന്നത്, അല്ലെങ്കിൽ ആ സജഷൻ കെയിം ഫ്രം മമ്മൂക്ക. അപ്പൊ അതൊരു സമ്മാനം തന്നെയാണല്ലേ? വലിയ വാക്കാണ് അത്, അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല. മമ്മൂക്ക തന്നെ പറയുന്നത് വിനായകനെ വെച്ച് ചെയ്യിക്കുക, ജന്മത്തിലെ ഭാഗ്യങ്ങളാണ് അതെല്ലാം. മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുന്നതിനെ പറ്റിയും വിനായകൻ പറയുന്നുണ്ട്. ഭയങ്കര ഈസിയാ പുള്ളിയായിട്ട് വർക്ക് ചെയ്യാനായിട്ട്, ഭയങ്കര ഈസിയാ. നമ്മൾ വിചാരിക്കണം, നമ്മൾ പുറത്തെ ആൾക്കാരെ പറയാത്തല്ല, അദ്ദേഹമായിട്ട് ഒരു പടം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്കെട്ടാ ഭയങ്കര ഈസിയാ. സാറ് അറിയാം, പുള്ളി സീനിയർ മാൻ, സൂപ്പർ സീനിയർ, പുള്ളിക്ക് അറിയാം. എനിക്ക് ഭയങ്കര ഈസിയായിരുന്നു പുള്ളിയായിട്ട് ചെയ്യാനായിട്ട്. സാറിന് ഞാൻ അതിൽ താങ്ക് യു പറയുന്നു. പോർഷൻസ് കുറച്ച് അഭിനയിച്ച് കാണിച്ചു തരലും അങ്ങനത്തെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡയലോഗ് ഏരിയകളിൽ സാർ എന്നെ കുറേ, ഞാൻ ആക്ടിങ്ങിൽ ഞാനൊരു ബോഡി ലാംഗ്വേജ് ഓൾറെഡി പിടിച്ചിട്ടുണ്ടായിരുന്നു സാറ് വരണതിന് മുമ്പ്. പക്ഷെ ഡയലോഗിൽ സാറ് വന്നിട്ട് കുറേ ഗുണമുണ്ടായി എനിക്ക്. സാർ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആണല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കര ഗുണം ചെയ്തു സാറിൻ്റെ. അത്ര ഒന്നും പറയണ്ട, അല്ലെങ്കിൽ ഇത്രയും പറയണം എന്നൊക്കെ പറയുന്ന ചില അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പോയി. എന്നെ ഡയലോഗ് പറയുന്നതിലാണ് സാർ എന്നെ കൂടുതൽ സഹായിച്ചത്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് കളങ്കാവൽ നിർമ്മിച്ചത്. ആ നിർമ്മാണ കമ്പനിയുമൊത്തുള്ള അനുഭവം വ്യത്യസ്തമായിരുന്നു. വിനായകനെ സംബന്ധിച്ചും അതിൽ മലയാളത്തിലെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം ആ കമ്പനിക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രീമിയത്തിൽ എന്നെ എത്തിച്ച കമ്പനിയാണത്. പ്രീമിയം ഫെസിലിറ്റി പ്രീമിയത്തിൽ എത്തിച്ചത്. അത് ഇൻഡസ്ട്രിക്ക് അറിയാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ആ പ്രീമിയത്തിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യണത്. അത് എനിക്ക് മമ്മൂട്ടി കമ്പനി വന്ന എന്താ പറയുക, നമ്മളങ്ങോട്ട് പോക്കി അങ്ങോട്ട് എടുക്കില്ല. അത് മമ്മൂട്ടി കമ്പനിയോട് താങ്ക്സ്. വിനായകൻ ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ നമുക്കറിയാലോ. എന്നാൽ കളങ്കാവലിൽ അതിൻ്റെ സംവിധായകൻ്റെ വ്യത്യസ്ത സമീപനം കൂടി ഉണ്ടായി. അതുകൊണ്ട് തന്നെ കൈയും കാലും ഇട്ടിട്ടാണ് തന്നെ അഭിനയിപ്പിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വരച്ച വരയിലൂടെ അല്ലാതെ നമ്മൾ ഇളകിയ ആട്ടം അവിടെ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വിനായകന്റെ കയ്യും കാലൊക്കെ കെട്ടിക്കളഞ്ഞു ജിതിൻ. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ചേട്ടൻ, ഞങ്ങൾ പറയണ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കയ്യും കാലൊക്കെ കെട്ടി എന്നാണ് എനിക്ക് തോന്നണത് കേട്ടാ. പുള്ളി അത് ഭയങ്കരമായിട്ട് എനിക്ക് 2-3 ഷോട്ടിലൊക്കെ പുള്ളി പറയുമ്പോൾ ചേട്ടാ കൈ കെട്ടിക്കോ കാല് കെട്ടിക്കോ എന്നൊക്കെ പറയണ്ടേ. ലൗഡ് ആക്കിയിട്ടില്ല എന്നെ എന്നാണ് എൻ്റെ വിശ്വാസം. പുതിയ സിഗ്നേച്ചർ ഈ സിനിമയിൽ വരും. ചിലതിൽ സംഭാഷണങ്ങളായിട്ട് വരും, ചിലതിൽ ബോഡി ലാംഗ്വേജ് ആയിട്ട് വരും. ഇതിലെനിക്ക് സൗണ്ട് ഔട്ടും എൻ്റെ ബോഡി ലാംഗ്വേജിൻ്റെ ഔട്ടും സെപ്പറേറ്റ് ആണ്. അതെനിക്ക് തോന്നിയിട്ടുണ്ട് പടം ചെയ്തപ്പോൾ. എനിക്ക് ലൗഡായിട്ട് അഭിനയിക്കാൻ ഭയങ്കര ഈസിയാണ് എല്ലാവർക്കും. എൻ്റെ വിശ്വാസമാണ് കേട്ടോ. പക്ഷെ പിടിച്ചു നിർത്തി അഭിനയിക്കുക എന്ന് പറഞ്ഞത് ഇത്തിരി സ്ട്രെയിനാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ദൈവമേ. നടൻ എന്ന നിലയിൽ വിനായകനെ പിടിച്ചു നിർത്താൻ പാടാണെന്ന് പൊതുവെ ആളുകൾ പറയാറുണ്ട്. പണ്ട് മാന്ത്രികത്തിൽ കണ്ട അതേ വിനായകൻ ഇളകി അഭിനയിക്കുന്ന ആൾ പലപ്പോഴും അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ കളങ്കാവലിൽ തൻ്റെതായ അത്തരം ശൈലികളെ മാറ്റിവെച്ച് ജിതിൻ ജോസ് കെട്ടിയിട്ട് അഭിനയിപ്പിച്ചു എന്ന് വിനായകൻ സാക്ഷ്യപ്പെടുന്നുണ്ട്. എങ്ങനെയല്ല അഭിനയിക്കുന്നത്, മോസ്റ്റ്ലി ഞാൻ എങ്ങനെ അഭിനയിക്കുള്ളൂ. ജിതിൻ അപ്പം തന്നെ ഇങ്ങനെ ആക്കി തന്നെ
തോന്നണം. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നുണ്ട് അപ്പോൾ ജിതിൻ ചേട്ടാ അങ്ങനെ. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ജിതിന് ഇഷ്ടമായി. ഞാൻ ഇതിനു മുമ്പ് ഒരു പോലീസ് ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിൽ തന്നെ അറിയാം നമ്മൾ പോലീസാണെന്ന്. ഇതൊരു എന്താ പറയുക, ക്രൈം ബ്രാഞ്ച് എന്നൊക്കെ പറയില്ലേ, അതെ, സിവിൽ ഡ്രസ്സിൽ നടക്കുന്ന. അപ്പോൾ അതിന് ബോഡി ലാംഗ്വേജ് ഭയങ്കര പവർഫുൾ ആയിരിക്കും. മറ്റവരുടെ ഡ്രസ്സ് ഭയങ്കര പവർഫുൾ ആയിരിക്കും, ബോഡി ലാംഗ്വേജ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇതിൽ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഹെവി ആയിട്ട് നിൽക്കും, പക്ഷേ ഡ്രസ്സ് ഒന്നും പോലീസിൻ്റെ അല്ല. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വ്യക്തിത്വം പോലീസിൻ്റെ 2 മുഖങ്ങൾ, അതെനിക്ക് ഡിസൈൻ അതെനിക്ക് ഇഷ്ടമായി ഭയങ്കരമായിട്ട്. അതാണ് ഞാൻ മെയിൻലി ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പോലീസ് ക്യാരക്ടറിൻ്റെ ഡ്രസ്സില്ലാതെ പോലീസായിട്ട് അഭിനയിക്കുക നല്ലതായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒടുവിൽ വിനായകനെ കണ്ടത് പെറ്റ് ഡിറ്റക്റ്റീവിലാണ്, ഷറഫുദ്ദീൻ്റെ സിനിമയിൽ. സ്ക്രീനിൽ വിനായകൻ വരുമ്പോൾ തന്നെ നമുക്കൊരു ഉണർവുണ്ടാവും. അന്ന് ആ സിനിമ കാണാൻ പോയപ്പോഴും അതന്നെ അവസ്ഥ, തിയേറ്ററും ഒന്ന് ഇളകും. ആട് 3 ഒക്കെ വരാനിരിക്കുമ്പോൾ അതിനു മുമ്പ് അതിലും കനമുള്ളൊരു കഥാപാത്രമായിട്ടാണ് കളങ്കാവൽ വരുന്നത്. അത് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായൊരു കഥാപാത്രമാണെന്നും തോന്നുന്നുണ്ട്. കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും വിനായകൻ്റെ പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.